ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റൂംസ് എന്ന് പറയുന്നത് ബാത്റൂമും ബെഡ്റൂമും ആണ്. ബാത്റൂം നമ്മൾ ആദ്യം ചെയ്യണതാവും നല്ലത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നതും മടുപ്പ് തോന്നുന്ന കാര്യം ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് ബെഡ്റൂമിൻ്റെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ചാലഞ്ച് ഇതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? നമ്മൾ ഇതുവരെ ചെയ്തത് സിറ്റ് ഔട്ട്, ലിവിങ് റൂം, ഡൈനിങ് ഏരിയ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞവരോട് പിക്ചേഴ്സ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും പിക്ചേഴ്സ് അയച്ചു തരാം ഈ ഓരോ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൽ ID എന്ന് പറയുന്നത് malayali.momcrafts@gmail.com. അതിലോട്ട് മാക്സിമം 3 പിക്ചേഴ്സ് നിങ്ങളുടെ പേര് സഹിതം അയക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഞാൻ ആ ഒരു മെയിൽ ID ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അത് നോക്കി കൃത്യമായിട്ട് സ്പെല്ലിംഗ് നോക്കി നിങ്ങൾ അതിലേക്ക് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഇഷ്ടമുള്ള ജോലിയൊന്നുമല്ല, ആർക്കും ഇഷ്ടമുള്ള ജോലിയൊന്നുമല്ല. പക്ഷേ നമ്മുടെ റൂമും അതൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളിതെല്ലാം ചെയ്യാണ്ടും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരാളുടെ ജോലി എന്ന് പറയാനൊന്നുമില്ല. ഇത് നമ്മുടെ മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരെ കൊണ്ടും അത് അത്രയും ഭയങ്കര നീറ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണില്ലെങ്കിലും ഒരു 8-ൽ 9-ലായ കുട്ടികൾക്കൊക്കെ തൊട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ അവരെ കൊണ്ട് കുറച്ചൊക്കെ ചെയ്യിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വല്ലപ്പോഴും ചെന്നൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്താൽ മാത്രം മതി, അത് കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കും. ഇല്ല അല്ലാതെ നമ്മൾ തലയിലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്കതെല്ലാം കൂടി ഒരു ഏജ് എത്തുമ്പോൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ അമ്മമാർ മാത്രം ക്ലീൻ ചെയ്താൽ മാത്രം നല്ല വൃത്തിയാവുക, ആര് ക്ലീൻ ചെയ്താലും അത് വൃത്തിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവരെ ഏൽപ്പിക്കുക. പലപ്പോഴും നമ്മൾക്ക് അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന ഒരു ഏരിയ ആണ്. നമ്മളും ചെറുപ്പത്തിൽ ഇതൊക്കെ നമുക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ എങ്ങടാണ് ആ അറപ്പും വെറുപ്പൊക്കെ പോയി നമ്മൾ പിന്നെ അത് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പണ്ടൊന്നും ചെയ്യാറില്ല, എനിക്ക് വലിയ ഇഷ്ടമുള്ള ജോലിയൊന്നും അല്ലായിരുന്നത്. പക്ഷേ പിന്നീട് അത് ചെയ്യേണ്ടി വന്നപ്പോൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇതത്രയും ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മളെല്ലാവരും യൂസ് ചെയ്യണതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും ക്ലീൻ ചെയ്യേണ്ടതുമാണ്. പക്ഷേ എല്ലാവരും അത് ചെയ്യാറില്ല പലപ്പോഴും. അതല്ലാതെ അമ്മമാരുടെ തലയിലാണ് വരാറ്. അപ്പോൾ നമ്മൾ അമ്മമാർ എന്ത് ചെയ്യണം? മുതിർന്നവരെ ശരിയാക്കാൻ ശരിയായാൽ നന്നായി, കുറച്ച് പറയാമെന്നല്ലാതെ. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ കുറച്ചൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പണി ഇങ്ങനത്തെയൊക്കെ അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. കാരണം അവരതൊക്കെ ചെയ്താലും നമുക്കറിയാം എത്രത്തോളം വൃത്തി ആ ചെയ്തതിന് ഉണ്ടാവുമെന്ന്. അവരൊരു ഇത്തിരിയും കൂടി ഒരു മെച്ചുവേർഡ് ആയാലാണ് ആ ചെയ്യണേനൊക്കെ ആ ഒരു നല്ല വൃത്തി വരുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ക്ലീനിങ് ടൂൾസും സംഭവങ്ങളൊക്കെ നമ്മളവിടെ കൊണ്ടുവയ്ക്കുക. ഒരു ഗ്ലൗസൊക്കെ എടുക്കുക. അത് കഴിഞ്ഞ് നല്ലതായിട്ട് വെള്ളമൊക്കെ അടിച്ച് നമുക്ക് ഏത് ക്ലീനിങ് സൊല്യൂഷനാണ് ഇഷ്ടം അതുപയോഗിച്ച് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം പുറത്ത്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ ബാത്റൂം ക്ലീനിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാത്റൂം അടച്ചിട്ടിട്ട് ക്ലീൻ ചെയ്യരുത്. അതായത് നമ്മൾ വെൻറ്റിലേഷൻ എല്ലാം കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ അതിട്ട് വയ്ക്കുക. ഡോറ് തുറന്ന് വയ്ക്കുക. കാരണം നമ്മളിതിൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു തലച്ചിട്ടട പോലെയും ചിലവർക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. അത് എപ്പോഴും നമുക്ക് വരില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിലായിരിക്കും അങ്ങനെ ഫീൽ ചെയ്യുക. അപ്പോൾ ബാത്റൂം ഒരിക്കലും നമ്മളിങ്ങനെ ഫുൾ ലോക്ക് ചെയ്ത് ആ സ്മെല്ല് അതിൽ നിന്നുകൊണ്ട് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു 2 ടൈപ്പ് കെമിക്കൽസ് ഒരിക്കലും രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഹാർപ്പിക്കിൻ്റെ ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ എന്താണ് ആ പർപ്പസ് പറഞ്ഞിരിക്കുന്നത് അതിന് മാത്രം ആ കാര്യം യൂസ് ചെയ്യുക. അതുമാത്രമല്ല നമ്മൾ ഗ്ലൗസും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കെമിക്കൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാത്രമല്ല വീട്ടിൽ ആളുള്ളപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യണതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലമാണ്, നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്ത് ബാത്റൂമൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് നമുക്ക് പല അസ്വസ്ഥതകളും വരാം. ആ സമയത്ത് വീട്ടിലൊന്നും ആരില്ലാത്ത നേരത്തെ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അറിയില്ല. കാരണം ഒരു ഫ്രണ്ടിൻ്റെ ഇങ്ങനെ ബാത്റൂം അവരാരും വീട്ടിലുണ്ടായിരുന്നില്ല, ആ കുട്ടി ബാത്റൂം ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്തോ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് മൂക്കിൽ നിന്ന് എന്തോ സംതിങ് ബ്ലഡ് എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഓർമ്മ പോയി, പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ എപ്പോഴും ഒരു മൊമെൻറ്റിലാണ് പെട്ടെന്ന് എഴുന്നേറ്റത്. പിന്നെ ആകെ കുറേ വയ്യാത്ത പോലെയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് സംഭവം ക്ലീനിങ് ആണെങ്കിലും ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുള്ളായിരിക്കണം കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അത് ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാത്റൂം നല്ല ക്ലീനായി. പിന്നെ നമ്മൾ പഴയ ബാത്റൂമൊക്കെ ആണെങ്കിൽ അതിൽ പല കറകൾ അഴുക്കുകളൊക്കെ കുറേ പെറ്റിപ്പിടിച്ച്, അങ്ങനെ പെറ്റിപ്പിടിക്കല്ല, കറ വന്നു പോയാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതിപ്പോൾ പിന്നീട് ടൈലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയാൽ തന്നെയാണ് ആ പഴയ ഭംഗിയൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിധി വരെ ക്ലീൻ ചെയ്ത് നമുക്കിതുപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ വൃത്തിയായിട്ടിരിക്കും. അടുത്തായിട്ട് ബാത്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് അവിടെയുള്ള വാഷ് ബേസിൻ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ സാധാരണ മോഡൽ ഒരു വാഷ് ബേസിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മൾ ഷെൽഫൊക്കെ ചെയ്തെടുത്തത്, കുറച്ച് നാളായിട്ടോ. അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ വെച്ചപ്പോൾ ഉണ്ടായ ഗുണവും ദോഷവും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പുതിയ ഐറ്റംസ് മാറ്റുമ്പോഴത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ ആദ്യത്തെ വാഷ് ബേസ് എന്ന് പറയുന്നത് സാധാരണ മോഡലായിരുന്നു. അത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അതിലൊരു ക്രാക്ക് വന്നു, ഒരുപാട് വർഷം പഴക്കമായപ്പോൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷാണ്, നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫോൾട്ട് തോന്നിയത് എന്താ വെച്ചാൽ സ്ക്വയർ ഷേപ്പ് പോലത്തെയാണ് ഒരു ഷേപ്പ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ ഭയങ്കര സൈഡിലേക്ക് ഇങ്ങനെ കൂടുതലുണ്ട്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പം തോന്നിയത് നമ്മൾ വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കൈ കഴിഞ്ഞിട്ട് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫുഡിൻ്റെ ചെറിയ ചെറിയ തരികൾ മുഴുവൻ ഈ സിങ്കിൻ്റെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ അത് പൈപ്പിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൻ്റെ ഫ്ലോ കൊണ്ടൊന്നും ആ സൈഡിലുള്ള അഴുക്കൊന്നും തന്നെ പോവില്ല. അത് ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ അഴുക്ക് മൊത്തം അവിടെ തന്നെ ഇരിക്കും. പിന്നീട് അത് ക്ലീൻ ചെയ്യാൻ അത് നമ്മൾ മിക്കപ്പോഴും ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ഏരിയ ആണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഴുക്ക് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിരിക്കും. കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. എന്നാൽ നമ്മുടെ പഴയ മോഡൽ വാഷ് ബേസിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ആ വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും, അപ്പോൾ തന്നെ പോവും. അപ്പോൾ നമ്മൾ പുതിയ ഐറ്റംസ് മാറ്റുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഭംഗി മാത്രം നോക്കി പോകുമ്പോൾ ക്ലീനിങ് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പും അതുപോലെ തന്നെ വെള്ളത്തിന് ഫോഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ തെരിതിരിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് വെള്ളം ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രമേ അത് പോകുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി ഇന്നത്തെ ദിവസം അടുത്ത ടാസ്ക് വരുന്നത് നമുക്ക് ബെഡ്റൂം ക്ലീനിങ് ആണ്. നമ്മുടെ വീട്ടിൽ എത്ര റൂമുണ്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ, അത് നമ്മൾ തീരുമാനിക്കുക ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ റൂം ക്ലീൻ ചെയ്യണം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ റൂമിലിരിക്കുന്ന ഐറ്റംസൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കി വെക്കണമെങ്കിൽ അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ ഉള്ളിടത്ത് കാണുന്നിടത്തൊക്കെ നമുക്ക് പൊടി തട്ടാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഷെൽഫുകളുടെ ഉള്ളിലൊന്നും എടുത്ത ഐറ്റംസ് ഒന്നും ഓർഗനൈസ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം അത് മുഴുവൻ ഒതുക്കാൻ നിന്നാൽ നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും നമ്മുടെ ചാലഞ്ച് തീരില്ല. 6 ദിവസത്തെ ചാലഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള അടിച്ച് വാരി തുടക്കൽ മാത്രമേ ഇതിന് പറ്റുള്ളൂ. ഓണത്തിന് വേണ്ടി നമ്മുടെ വീടൊന്ന് ഒരുക്കാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വീട് ഒതുക്കാനായിട്ടുള്ളൊരു ചാലഞ്ച് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 മാസം സമയം എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചിലർ പറഞ്ഞിരുന്നു വീണ്ടും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ചെയ്യാണ്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് പഴയ പോലെ ചെയ്യാൻ പറ്റണില്ല, എൻ്റെ വീട്ടിലെ കുറേ തിരക്കുകൾ കൊണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മുൻപൊക്കെ ഞാനൊരു 2-3 തവണ അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്തെങ്കിലും ഇപ്പോൾ അത് ചെയ്യാതിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒതുക്കാൻ വേണ്ടിയിട്ട് പല ഐറ്റംസ് ഇങ്ങനെ വലിച്ചു വാരി ഇടും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ തിരക്ക് വന്നാൽ അതെല്ലാം അവിടെ കെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ധൈര്യക്കുറവ്. പിന്നെ ഞാൻ ഒരുവിധം ഒതുക്കിയെല്ലാം വെച്ച ശേഷം പണ്ടത്തെ പോലെ അത്ര അങ്ങോട്ട് ഒതുക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ എനിക്ക് വരാറില്ല. കാരണം അത് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴും ഒതുക്കുമ്പോൾ അതെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി. ആദ്യത്തെ ബുദ്ധിമുട്ടില്ല. ആദ്യം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒതുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒതുക്കി വെക്കലൊന്നും അധികം പറ്റാതെ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നുകൊണ്ട് കുറേ ഒതുക്കാനുള്ളതുകൊണ്ടാണ് അന്ന് അത്രയും പണി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ അത്ര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, കാരണം ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യം വരുന്നില്ല. കാരണം ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം പിന്നെയും ഒതുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഈ ഓർഗനൈസിങ്ങിൻ്റെ വീഡിയോ കമ്പാരിറ്റീവ്ലി ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞതിൻ്റെ ഒരു റീസൺ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് സെറ്റാക്കാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ 2 റൂമുകൾ ചാലഞ്ചിൻ്റെ ഇതായിരുന്നു. ബെഡ്റൂമും അതിൻ്റെ കൂടെയുള്ള ബാത്റൂമും ക്ലീൻ ചെയ്ത് ഇതുപോലെയൊക്കെ സെറ്റാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരാം malayali.momcrafts@gmail.com. അപ്പോൾ നമ്മൾ ഇതുപോലെ പിക്ചേഴ്സ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 1-2 പിക്ചേഴ്സ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങളുടെ പേര് സഹിതം കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.